ഇന്നലെ രാവിലെ മുതലാണ് ഈ കുഞ്ഞിനെ കാണാതായത്. 13കാരിയായിട്ടുള്ള അസം സ്വദേശിയായുള്ള കുട്ടിക്കായുള്ള തിരച്ചിൽ ഊർജിതമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായത് നമ്മളിപ്പോൾ സംസാരിച്ച, അതായത് സഹയാത്രക്കാരിയായിട്ടുള്ള ബബിത പകർത്തിയ ചിത്രം തന്നെയാണ്. കുട്ടി കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തത് എന്നാണ് ബബിത പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോ എടുത്തത് നെയ്യാറ്റിൻകരയിൽ വെച്ചാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ ഫോട്ടോ പോലീസ് സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. വാർത്ത കണ്ടതിന് പിന്നാലെയാണ് ഈ ഫോട്ടോ പോലീസ് സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം തമിഴ്നാട്ടിലേക്ക് നീങ്ങിയിരിക്കുന്നു. ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിലാണ് ഈ കുട്ടി സഞ്ചരിച്ചിരുന്നത്. കന്യാകുമാരിയിൽ ഈ കുട്ടി എത്തിയിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് സംഘമുള്ളത്. 4 അംഗ പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിലൊരു വനിതാ SI ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്നുള്ളത്. ഒപ്പം തന്നെ മുൻപ് ACPയുടെ പ്രതികരണം കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, പ്രധാനപ്പെട്ട ഒരു ലീഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടിയെ കണ്ടെത്തുമെന്നും കുട്ടിയെ തിരികെ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉൾപ്പെടെയുള്ളവർ. കന്യാകുമാരി പോലീസിന് അടക്കം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, എന്തൊക്കെ പുതിയ വിവരങ്ങൾ നൽകാനുണ്ട്? ഹരി, ഫാരിഷ, ഇപ്പോൾ നിലവിൽ കേരള പോലീസ് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. കേരള പോലീസിന്റെ 4 അംഗ സംഘമാണ് കന്യാകുമാരിയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു 8 മണിയൊക്കെ കഴിയുമായിരിക്കുമെന്നുള്ളതാണ്. പോലീസ് വാഹനമായതിനാൽ അല്പം നേരത്തെ എത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കാൻ കഴിയും. ഇതിന്റെ ഇടയ്ക്ക് സമാന്തരമായിക്കൊണ്ട് തന്നെ കന്യാകുമാരി പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ വിശദമായ ഒരു പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ആ പരിശോധന എന്ന് പറയുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഇന്നലെ വൈകിട്ടാണ് കുട്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ സമീപത്ത് എവിടെയെങ്കിലും കുട്ടിക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ടോ, അതായത് പള്ളികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ കുട്ടി കയറി ഇരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഈ രാത്രി മുഴുവൻ കുട്ടി എവിടെയായിരിക്കാം കഴിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ഒരു ചോദ്യം പോലീസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഷെൽട്ടറുകൾ കൂടുതൽ പരിശോധിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ അവിടെ എവിടെയെങ്കിലും കിടത്തുറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് 3:30 കൂടിയിട്ടാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ, അതായത് ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഈ കുട്ടി കയറിയ ട്രെയിൻ കന്യാകുമാരിയിൽ എത്തിയത്. അതായത് അവസാനത്തെ സ്റ്റോപ്പാണ് കന്യാകുമാരി. അവസാനത്തെ സ്റ്റോപ്പിൽ തന്നെ കുട്ടി ഇറങ്ങിയിരിക്കാമെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പരിശോധന വളരെ വ്യാപകമായിട്ട് കന്യാകുമാരി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. നേരിട്ട് കന്യാകുമാരി SP യോട് തിരുവനന്തപുരം സിറ്റി DCP സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാവിധ സഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നൊരു പോലീസ് സംഘം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അവരെ അറിയിച്ചിട്ടുണ്ട്. ആ സംഘം ഒരു വനിതാ SI അടക്കം ഉള്ള 4 അംഗ സംഘം ആണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിച്ചിട്ടുള്ളത്. ഈ കൃത്യമായി ഒരു ലീഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ DCP പറഞ്ഞിട്ടുണ്ട്. ആ ലീഡ് ഈ ഫോട്ടോ തന്നെയാണോ, അല്ലെങ്കിൽ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള നിഗമനമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്കറിയാത്ത, നമ്മളെ ഇതുവരെ അറിയിക്കാത്ത എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ എന്നുള്ളത് എന്തായാലും അറിയില്ല. എന്തായാലും കുട്ടിയെ കണ്ടെത്തും എന്നുള്ള ഒരു ഉറപ്പ് DCPയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം, മുൻപ് തിരുവനന്തപുരത്ത് മാസങ്ങൾക്ക് മുൻപ് പേട്ടയിൽ ഒരു കുട്ടിയെ ഇതുപോലെ കാണാതായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ രാത്രിയോടുകൂടി കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ പക്ഷേ സുരക്ഷിതമായി കണ്ടെത്തുകയായിരുന്നു. അത് ശുഭവാർത്തയായിരുന്നു അന്നുണ്ടായിരുന്നത്. കൊല്ലത്ത് ഓയൂരിലും സമാനമായ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇവിടെ കാണാതായതാണെങ്കിൽ അവിടെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ അവിടെയും കുട്ടി സുരക്ഷിതമായി പോലീസിന്റെ കൈകളിൽ എത്തുകയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയുള്ള ശുഭവാർത്ത ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ കുടുംബവും ഒരു നാടും നമ്മളും ഒക്കെയും കാത്തിരിക്കുന്നത്. ആ വിവരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരള പോലീസിന് പുറകെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ എത്തുന്ന കേരള പോലീസിന്റെ കൈവശം കുട്ടിയെ കന്യാകുമാരി പോലീസിനെ ഏൽപ്പിക്കാൻ കഴിയുമോ, അതോ അവിടെ എത്തി വീണ്ടും കൂടുതലായി ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തിയ ശേഷമാണോ കുട്ടിയെ കണ്ടെത്താൻ കഴിയുക എന്നൊക്കെയുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടുന്ന കാര്യം. പക്ഷെ കുട്ടി എങ്ങനെയാണ് ഈ ട്രെയിനിൽ കയറി പോയത് എന്നുള്ള ചോദ്യം പോലീസിന്
പോലീസിന് മുൻപിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തായാലും ട്രെയിനിൽ നിന്ന് ബബിത എന്ന് പറയുന്ന സ്ത്രീ പകർത്തിയ ചിത്രം, ആ ചിത്രത്തിന് ഇന്ന് ഒരുപാട് പേർ നന്ദി പറയുന്നുണ്ടാവും. കേരളം ഒന്നടങ്കം നന്ദി പറയുന്നുണ്ടാകും. കാരണം ഈ സംസ്ഥാനം മുഴുവൻ, ഈ നാട് മുഴുവൻ നിന്ന് പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിലാണ് ആ കുട്ടി എവിടെയുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുഭവാർത്ത നൽകുന്നത്. ആ കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു കുഴപ്പവുമില്ലാതെ, ഒരു പോറലും ഏൽക്കാതെ സുരക്ഷിതമായി തന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നുള്ള തെളിയിക്കുന്ന ചിത്രമടക്കമാണ് പോലീസിന് ലഭിച്ചത്. അത് പാറശാല സ്വദേശിനിയായിട്ടുള്ള ബബിത എന്ന സ്ത്രീയാണ് ആ ചിത്രം പകർത്തിയിട്ടുള്ളത്. അതായത് ആ ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടാണ് ഈ ട്രെയിനിൽ കുട്ടി ഉണ്ട് എന്ന് കണ്ടതോടുകൂടി ഈ സ്ത്രീ ഫോട്ടോ എടുത്തത്. പക്ഷെ ആ സ്ത്രീക്ക്, ബബിതയ്ക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്തൊന്നും അറിയില്ലായിരുന്നു ഈ കുട്ടി ഇങ്ങനെ കാണാതായി പോലീസ് മുഴുവൻ പരിശോധന നടത്തുന്നതാണ് എന്നുള്ളത്. പക്ഷെ എന്തായാലും വിശദമായ പരിശോധന നടത്തുന്ന ഒരു ഘട്ടത്തിൽ ആ സ്ത്രീ വാർത്തകൾ കാണുകയും ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ കുട്ടി തന്നെയാണ് അതെന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കൽ ഉണ്ടായതോട് കൂടിയിട്ട് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഈ ഫോട്ടോയും വിവരങ്ങളും അടക്കം കൈമാറുന്നത്. ആ വിവരങ്ങളാണ് ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ 18 മണിക്കൂറുകൾ പിന്നിട്ട തെരച്ചിലിനൊടുവിൽ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ആ ലീഡിന് പുറകെയാണ് ഇപ്പോൾ കേരള പോലീസും കന്യാകുമാരി പോലീസും ഒരേപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് 2 സംസ്ഥാനങ്ങളാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കുട്ടിയല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടിയല്ല. ആ കുട്ടി അസമീസ് കുട്ടിയാണ്. അസമിൽ നിന്നുള്ള കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് തെരച്ചിൽ നടത്തുന്നു. ആ കുട്ടിയെ സുരക്ഷമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ആ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. എന്തായാലും കേരള പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കന്യാകുമാരി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ കന്യാകുമാരി പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടിയുമായി രൂപസാദൃശ്യമുള്ള ആരെങ്കിലുമോ കുട്ടി തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലഭിച്ചിട്ടുള്ള, അതായത് കേരള പോലീസിന് ലഭിച്ചിട്ടുള്ള കുട്ടിയുടെ ഫോട്ടോ, കുട്ടിയുടെ വസ്ത്രത്തിന്റെ നിറമടക്കമുള്ള വിവരങ്ങൾ, തോളിലുണ്ടായിരുന്ന ബാഗ് അടക്കമുള്ള വിവരങ്ങളെല്ലാം തന്നെ അങ്ങോട്ടേക്ക്, അതായത് കന്യാകുമാരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് കന്യാകുമാരി പോലീസ് ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയേണ്ടത്, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ പരാതി എത്താൻ വൈകിയിരുന്നു എന്നുള്ളതാണ്. ആ വൈകൽ എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പോലീസ് തന്നെ കൃത്യമായി പറഞ്ഞു, ഗോൾഡൻ അവേഴ്സ് ആണ് നഷ്ടപ്പെട്ടത്. അതായത് ഈ ഒരാളെ കാണാതാകുന്ന ഘട്ടത്തിൽ ആദ്യം 1-2 മണിക്കൂറുകളാണ് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ആ ഗോൾഡൻ അവേഴ്സ് ആണ് പോലീസിന് നഷ്ടപ്പെട്ടത്. കാരണം 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയെ കാണാനില്ല എന്ന് വീട്ടുകാർ തിരിച്ചറിയുന്നത് 10:30. പക്ഷേ ഈ പരാതി ലഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് 6 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഇത്തരമൊരു പരാതി പോലീസിന് ലഭിക്കുകയും പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ പരാതി നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ പോലീസിന് കുറച്ചുകൂടി ഊർജിതമായിട്ടൊരു അന്വേഷണം നടത്താമായിരുന്നു. കാരണം 1 മണിയോട് കൂടിയിട്ടാണ് ആ കുട്ടി ട്രെയിനിൽ കണ്ടത്, ഈ സ്ത്രീ കണ്ടത്, ബബിത എന്ന് പറയുന്ന സ്ത്രീ കണ്ടതും ഫോട്ടോ എടുത്തതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോലീസ് നേരത്തെ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരാതി നേരത്തെ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ആ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. തൽക്കാലം അത്തരം അനുമാനങ്ങൾക്ക് സാധ്യതയില്ല. ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തേണ്ടത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എങ്കിൽ പോലും ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കണ്ടെത്താനുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ ഇവയൊക്കെയാണ്. എന്നാലും എന്തൊക്കെയാണെങ്കിലും ആ കുടുംബം കണ്ണീരോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷെ ആ കുടുംബത്തെ ഇപ്പോൾ ഒരു പ്രാഥമിക വിവരം അറിയിച്ചിട്ടുള്ളത് ഇതാണ്: കുട്ടിയെ ട്രെയിനിൽ കണ്ടെത്തി, കുട്ടിയെ തിരയാൻ വേണ്ടി പോലീസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ആ ഫോട്ടോ, ഈ ബബിത എന്ന സ്ത്രീ എടുത്തിട്ടുള്ള ഫോട്ടോ കണ്ടുകൊണ്ട് ആ കുടുംബം കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ മകളാണ്, ഇവളെയാണ് കാണാതായത്, അവൾ കാണാതായപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം ഇവയൊക്കെയാണ്, അവൾക്കൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവൾ കൂടെ എടുത്ത ബാഗാണ് അവളുടെ കൈവശമുള്ളത് എന്നുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം ലഭിച്ചതോട് കൂടിയിട്ടാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായി ആ ഫോട്ടോ മാറിയത്. ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിലും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ കേരള പോലീസ് തമിഴ്നാട്ടിലേക്ക് പുറപ്പെടുകയും സമാന്തരമായി തമിഴ്നാട്ടിൽ
തമിഴ്നാട് പോലീസ് ഒരു അന്വേഷണം അവിടെ നടത്തുകയും ചെയ്യുന്നത്. ഇനിയുള്ളൊരു സംശയം എന്ന് പറയുന്നത്, എന്തെങ്കിലും കാരണവശാൽ ഈ കന്യാകുമാരിക്കും പാറശാലയ്ക്കും ഇടയിലുള്ള സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം. ആ സംശയം എത്രത്തോളം അടിസ്ഥാനമുള്ളതാണെന്ന് അറിയില്ലെങ്കിൽ പോലും പോലീസും പറയുന്നത് അതിൽ ഇറങ്ങിയിരിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും അവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സാധ്യതയില്ല എന്ന് പോലീസ് പറയാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് 13 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കയറിയ കുട്ടിയല്ല. വീട്ടുകാരോടുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും ട്രെയിൻ പിടിച്ച കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ട്രെയിൻ എവിടെ നിർത്തുന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരിക്കും സ്വാഭാവികമായിട്ടും അത്തരം മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു 13 വയസ്സുകാരി ചെയ്യുകയുണ്ടാവുക. അതിനിടയ്ക്കുണ്ടാവുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത വളരെ പരിമിതമാണ് എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ സാധ്യത ഉപേക്ഷിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ, ചെറിയ സ്റ്റോപ്പുകളിലൊക്കെ തന്നെ ഈ പരിശോധന നടക്കുന്നുണ്ട്.